അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടും അറഫാ ദിവസത്തേക്ക് വേണ്ടിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മറിയമിൻ്റെ ബർത്ത്ഡേ ആവാറായിട്ടുണ്ട്. അപ്പോൾ മറിയമിന് വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കാണ്. ഇനിയിപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വേഗം എടുക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ ബാർകോഡ് അടിക്കാൻ വേണ്ടിയിട്ട് മറിയം തന്നെ നല്ല ഹെൽപ്പാണ്. വേഗം ഓരോ കവറും വാങ്ങിച്ചിട്ട് വേഗം ബാർകോഡ് അടിച്ച് നമ്മളുടെ ട്രോളിയിലേക്ക് എടുത്ത് വെച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആവുന്നില്ല. അതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ വീട്ടിലെത്തി ഒന്ന് കുളിയും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇനി വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്ത് എടുത്തു വെക്കാനുള്ളതൊക്കെ നീറ്റാക്കി എടുത്തു വെക്കണം. വാഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ഡ്രൈൻ ചെയ്യാനായിട്ട് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ അതങ്ങനെ തന്നെ വെച്ച് നീറ്റാക്കി സേഫാക്കി വെച്ചതിന് ശേഷം പോയി കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ നീറ്റാക്കി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഇതൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നീറ്റാക്കി ഫ്രഷാക്കി വെച്ചതുകൊണ്ട് തന്നെ എളുപ്പം തന്നെ ചെയ്ത് വെക്കാനായിട്ട് പറ്റി. അപ്പോൾ ഫ്രിഡ്ജും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ അപ്പം തന്നെ മാക്സിമം എടുത്ത് വെക്കാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഈവനിങ് ഞാനിപ്പോൾ രാത്രിയൊക്കെ ആയി തിരിച്ച് എത്തിയപ്പോൾ അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അതെല്ലാം ഒന്ന് എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് വെക്കാനും അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാനൊക്കെ ഉള്ള ഒരു ടൈമൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി അതങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് ആകുമ്പോഴത്തേനും എല്ലാം ഒന്ന് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് അത് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാത്തിരുന്ന അറഫാ ദിവസവും വന്നെത്തി. അപ്പോൾ ഇന്ന് അറഫാ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടന്ന് ആ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പ്ലസൻറ്റ് മൈൻഡ് ആക്കിയിരുന്നു അകത്തേക്ക് കയറാം. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ പ്രൊഡക്റ്റീവായി. അപ്പോൾ ഇന്നത്തെ ജോലികൾ മോള് പത്തിരിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് നാളത്തേക്കുള്ള പത്തിരിയും എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്നുള്ള ആ ഒരു കാര്യവും പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ജോലി എനിക്ക് കുറഞ്ഞു കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് കറി വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യൊന്നും ഇല്ലാത്ത നല്ല പീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അല്ലാത്തപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യും എല്ലാം മിക്സിങ് ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പീസ് ആയിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മൂർച്ചുള്ള നൈഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ബീഫ് തന്നെ ആയതുകൊണ്ട് വേഗം തന്നെ കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു റസിനാട്ട് ബൈ ഉമ്മുറസൂൽ എന്നുള്ള പേജിൽ നിന്നുള്ള സാധനങ്ങളും എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൽ തന്നെ കിട്ടിയതുകൊണ്ട് അതിനൊരു സന്തോഷം ഒന്ന് കൂടുതൽ തന്നെ കേട്ടോ. കാരണം ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഷോപ്പിലും വലിയ മാളുകളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻസിൽ എനിക്കിത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അതിന് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ റസിനാട്ട് ബൈ ഉമ്മുറസൂലിന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടുമ്പോൾ അതിനുള്ള ഒരു സന്തോഷം ഒന്ന് വേറെ ലെവൽ തന്നെയാണ്.
റെസിനാട്ട് ബൈ റസൂൽ എന്നുള്ള പേജിൻ്റെ യഥാർത്ഥ അവകാശിയായ ഷഹനാസിന് നേരിട്ട് തന്നെ വന്നിട്ട് എനിക്കിത് തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മകൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഷഹനാസിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു വിഷമമുണ്ട്. എന്നാലും ഈ ദിവസത്തിൽ തന്നെ എനിക്കിത് എത്തിക്കണം എന്നുള്ള നിർബന്ധം ഷഹനാസിനുള്ളതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ എനിക്കിത് കൊടുത്തയച്ചതാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആ ഒരു സന്തോഷം കൂടി മനസ്സിൽ വെച്ചിട്ടാണ് മോൾക്ക് എത്രയും വേഗം അസുഖം മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ മോള് പത്തിരിയെല്ലാം ചുട്ടെടുക്കലും എല്ലാം കഴിഞ്ഞ് നാളത്തേക്കുള്ള നാസ്തക്കുള്ള പത്തിരി എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇനി ബീഫിലേക്ക് വേണ്ട മസാല ഒക്കെ റെഡിയാക്കി അതൊന്ന് കുറച്ച് ഗരം മസാലയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ ആ മിക്സിങ്ങിലാണ് കറിയുടെ ആ രുചിക്കൂട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കും. 5 വിസിൽ അടിച്ചതിന് ശേഷമാണ് ബാക്കി മസാലകളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുക. സബോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം മിക്സ് ആയിട്ടുള്ളത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ഒരു 6 വിസിലും കൂടി അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ചട്ടിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കില്ല. ഒരുപാട് പ്രാവശ്യം തന്നെ ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ പല രീതിയിലൊക്കെ വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുക. ഒട്ടും പച്ചവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ല കറിക്കൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും അതിൻ്റെ രുചി. അപ്പോൾ അത് കുക്കറിൽ വെച്ച് അവിടെ ഒരു 5 വിസിലടിക്കട്ടെ. ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തന്നെ വേറൊരു സന്തോഷം കൂടിയുണ്ട്. കുറേ ദിവസമായി കറണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ആൾ വന്ന് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒരു പ്രത്യേകം ഈ ദിവസത്തിൽ തന്നെ കിട്ടിയോണ്ട് അതും ഒരു സന്തോഷം തന്നെ. അപ്പോൾ അതിനൊരു ഗ്ലാസ് ചായയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ ദിവസത്തിൽ തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടിയ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് ഇന്നുണ്ടായത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് കഴിയണം, നീറ്റായിരിക്കണം എല്ലാം എന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് നടന്നിട്ട് അതൊക്കെ നമുക്ക് സഫലമാവുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. അത് ആ ഫീലിങ്സ് അനുഭവിക്കുന്നവർക്ക് അതറിഞ്ഞവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഏകദേശമായി തുടങ്ങി. അപ്പോൾ എളുപ്പം തന്നെ എന്തെങ്കിലും ഒരു വറവൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. വേറെയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയില്ല. ഇന്നത്തെ വേറെ സന്തോഷങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബജി തന്നെ ഇന്ന് സെലക്ട് ചെയ്ത് അത് വേഗം തന്നെ ഉണ്ടാക്കി. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഈ അറഫാ ദിവസത്തിലും നോമ്പിനും അതൊരു വലിയൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു നോമ്പ് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പെടുക്കുമ്പോൾ ഈ നോമ്പെടുത്തതിന് ഒരു പ്രതിഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന അടുത്ത വർഷത്തെ പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെട്ട് തരും. അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് നന്മകൾ നമ്മളിലേക്ക് വരുന്ന അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പ് കൂടിയാണിത്. അപ്പോൾ ആ നോമ്പിനെ അങ്ങനെ അങ്ങോട്ട് നിസ്സാരമാക്കി കാണാനായിട്ട് പറ്റുകയുമില്ല. അപ്പോൾ ആ ദിവസവും ആ ദിവസത്തിലെ നോമ്പും ഒന്നൊരു സ്പെഷ്യലാക്കണം തന്നെയാണ് മനസ്സിൽ ഉള്ള ആഗ്രഹം. എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾക്ക് പാപങ്ങളൊക്കെ പുറത്ത് തരുമെന്നും പറഞ്ഞിട്ട് പാപങ്ങൾ ചെയ്യണം അല്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നമുക്ക് ഈ നോമ്പ് കൊണ്ടുണ്ട്. അപ്പോൾ ആ ഒരു നോമ്പിനെ നമുക്കൊന്ന് സ്പെഷ്യലാക്കണമല്ലോ. അപ്പോൾ അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ഡേ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് മുമ്പ് അതുപോലെ തന്നെ നമ്മൾ വിശേഷ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ സ്റ്റോർ റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ, ഫ്രിഡ്ജിലേക്ക് വേണ്ട സാധനങ്ങൾ, കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഷോപ്പിങ്ങിന് പോകും മുമ്പേ നമ്മളെ ഫ്രിഡ്ജ് മൊത്തം നീറ്റാക്കി വെക്കുക. ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീപ്പ് ക്ലീൻ ചെയ്ത് നേരത്തെ തന്നെ വെക്കുക. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കേണ്ടതുള്ളെങ്കിൽ ആ ജോലികളൊക്കെ ഒന്ന് തീർത്ത് വെക്കുക. അതുപോലെ
തന്നെ സ്റ്റോർ റൂമിലെ സാധനങ്ങൾ നമ്മൾ ഒരു ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുള്ള സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് അത് തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സാധനങ്ങളൊക്കെ മാക്സിമം തീർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കിച്ചൺ മൊത്തം ഒന്ന് നീറ്റാക്കി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നമ്മൾ വെക്കുക. പിന്നെ നമ്മൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നീറ്റായിട്ടുള്ള ഫ്രിഡ്ജിലേക്ക് നമ്മൾക്ക് ആ സാധനങ്ങൾ കയറ്റുമ്പോൾ ഒരു ഫ്രഷ് ഫീല് നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്റ്റോറിലെ കണ്ടെയ്നറൊക്കെ ഓരോ പ്രാവശ്യവും നമ്മൾ സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോൾ ആ കണ്ടെയ്നർ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്ന സാധനങ്ങൾ അതിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ എപ്പോഴും നീറ്റായിട്ട് നമ്മൾക്ക് സ്റ്റോർ റൂം ആയാലും ഫ്രിഡ്ജ് ആയാലും നമ്മൾ കിച്ചൺ ആയാലും എപ്പോഴും നമുക്ക് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിന് നമുക്ക് ജോലി ചെയ്യാനും അത് എടുക്കാനും അവിടെ നമ്മൾക്ക് നിൽക്കാനും നമ്മൾക്ക് ഒരു എന്താ പറയുക മനസ്സിന് നല്ല സന്തോഷമാകും. അപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ തുറക്കുന്ന ഫ്രിഡ്ജായാലും നമ്മൾ നിൽക്കുന്ന കിച്ചണായാലും നമ്മളിപ്പോൾ സ്റ്റോർ റൂമിൽ കയറുമ്പോഴും എവിടെ ചെന്നാലും നമ്മൾക്ക് ഒരു നല്ലൊരു മൈൻഡിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും കിച്ചണിൽ നിൽക്കുന്നത് ഒരു ബോറടിക്കാതെ തന്നെ നമുക്ക് കിച്ചണിൽ നിൽക്കാനും ജോലികൾ ചെയ്യാനും പെട്ടെന്ന് തീർന്ന് കിട്ടുന്ന കാരണം നമ്മളുടെ ജോലിയിൽ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ മൈൻഡിലുള്ള ഒരു ഇതാണ് നമുക്ക് അവിടെ നിൽക്കാനും ജോലികൾ ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ കേട്ടോ, ഒരു മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നമുക്ക് എന്താണ് നമ്മൾ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അല്ലേ. ഈ കിച്ചണിലൊക്കെ വരുമ്പോൾ എപ്പോഴും ഫ്രഷായിട്ട് നീറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ നമുക്ക് ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഹാപ്പി ആയിട്ട് നമ്മൾക്ക് ജോലി ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് റൂം സെറ്റ് ചെയ്യാനും വീടൊന്ന് ഒരുക്കാനും മൊത്തം ഒന്ന് മൊഞ്ചാക്കി വെക്കാനായിട്ടുള്ള ഒരു മൈൻഡും നമുക്കുണ്ടാകും. നമുക്കതിനുള്ള സമയവും നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഞങ്ങൾ ഇപ്പോൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ദിവസത്തേക്കുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദിവസത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ദിവസം മൊത്തം എല്ലാം കൊണ്ടും ഒന്ന് റാഹത്തായി. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.